പഞ്ചസാരയുടെ അളവ് കൂടുതലായ അവസ്ഥയാണ് പ്രമേഹം. വേണ്ടത്ര ഇൻസുലിൻ ഉണ്ടാക്കാൻ ശരീരത്തിന് കഴിയാത്തതും ലഭിക്കുന്ന ഇൻസുലിൻ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയാത്തതുമാണ് പ്രമേഹത്തിന് കാരണമാകുന്നത്. പ്രമേഹ രോഗികളുടെ എണ്ണത്തിൽ വലിയ കുതിപ്പാണ് ഉണ്ടായിട്ടുള്ളത്. ലോക പ്രമേഹ ദിനത്തിൽ ദി ലാൻസെറ്റിൽ പുറത്തിറക്കിയ ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ലോകമെമ്പാടുമുള്ള പ്രമേഹ രോഗികളുടെ എണ്ണം 800 ദശലക്ഷത്തിലധികം കവിഞ്ഞു. 1990 മുതലുള്ള കണക്ക് നോക്കുമ്പോൾ 4 ഇരട്ടിയാണ് വർധനവ്. അന്ധത, വൃക്കകളുടെ തകരാറ്, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, പക്ഷാഘാതം, കൈകാലുകൾ മുറിച്ചുമാറ്റൽ എന്നിവയുടെ പ്രധാന കാരണമായി ഈ രോഗം മാറുകയാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുക എന്നതാണ് പ്രമേഹ രോഗികളുടെ പ്രാഥമിക കടമ. പ്രമേഹം നിയന്ത്രിക്കുന്നതിൽ ഭക്ഷണ നിയന്ത്രണമാണ് പ്രധാന ഘടകമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം പച്ച ഇലക്കറികളിൽ കലോറിയും കാർബോഹൈഡ്രേറ്റും കുറവാണെന്നതിനാൽ അവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സന്തുലിതമായി നിലനിർത്താൻ സഹായിക്കുന്നു. ഇവയിൽ നാരുകൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ അവ പഞ്ചസാര ശരിയായ അളവിൽ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു. ചീര, ഉലുവ, മുരിങ്ങയില എന്നിവ പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് പ്രമേഹ രോഗ നിയന്ത്രണത്തിന് ഗുണം ചെയ്യും. മുരിങ്ങയിലയും പ്രമേഹം കുറയ്ക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അവയിൽ അടങ്ങിയിരിക്കുന്ന അസ്കോബിക് ആസിഡ് ശരീരത്തിലെ ഇൻസുലിൻ സ്രവണം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. ശുദ്ധീകരിച്ച ധാന്യങ്ങൾക്ക് പകരം തവിടടങ്ങിയ ധാന്യങ്ങൾ കഴിക്കുന്നത് പ്രമേഹം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. ശുദ്ധീകരിച്ച ധാന്യങ്ങളെ അപേക്ഷിച്ച് തവിടടങ്ങിയ ധാന്യങ്ങളിൽ നാരുകളും പോഷകങ്ങളും ധാരാളമായുണ്ട്. കൂടാതെ ധാന്യങ്ങൾക്ക് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിൽ താരതമ്യേന കുറഞ്ഞ സ്വാധീനം മാത്രമേ ചെലുത്തുന്നുള്ളൂ എന്നും പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ബ്രൗൺ റൈസ്, റാഗി തുടങ്ങിയ ധാന്യങ്ങൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഉത്തമമായ ഭക്ഷണങ്ങളാണ്. സ്ട്രോബെറി, ബ്ലൂബെറി, റാസ്ബെറി, ബ്ലാക്ക്ബെറി തുടങ്ങിയ ബെറികൾ മികച്ചൊരു ചോയ്സ് ആണെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അവയിൽ ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറയ്ക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിരിക്കുന്നു. പ്രമേഹ രോഗികളിൽ ഓക്സിഡേറ്റീവ് സമ്മർദ്ദം വളരെ സാധാരണമാണ്. കൂടാതെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സന്തുലിതമായി നിലനിർത്തുന്ന വൈറ്റമിൻ C2 ബെറികളിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. പയറുവർഗ്ഗങ്ങൾക്ക് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവായതിനാൽ അവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നു. സോയാബീൻസിന് 15, കിഡ്നി ബീൻസിന് 28, കടല, ചെറുപയർ, ചിക്ക് പീസ് എന്നിവയ്ക്ക് 33 എന്നിങ്ങനെയാണ് ഗ്ലൈസമിക് ഇൻഡെക്സ്. കാർബോഹൈഡ്രേറ്റ് ഭക്ഷണങ്ങളെ അപേക്ഷിച്ച് പയറുവർഗ്ഗങ്ങളെ ശരീരം സാവധാനത്തിൽ മാത്രമേ ദഹിപ്പിക്കുന്നുള്ളൂ. പയറുവർഗ്ഗങ്ങൾ കഴിക്കുന്നത് ശരീരഭാരം കുറയ്ക്കുന്നതിന് സഹായിക്കുമെന്നും അതുവഴി രക്തത്തിലെ പഞ്ചസാരയുടെ അളവും കൊളസ്ട്രോളും കുറയുമെന്നും പറയുന്നു. ദിവസേനയുള്ള ഭക്ഷണത്തിൽ സിട്രസ് വിഭാഗത്തിൽപ്പെടുന്ന പഴങ്ങൾ ഉൾപ്പെടുത്താനും വിദഗ്ധർ പറയുന്നു. വൈറ്റമിൻ C രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഉയർന്ന ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണമെന്നാണ് ആരോഗ്യരംഗത്തെ പ്രമുഖരുടെ നിർദ്ദേശം. വെളുത്ത അരി, വെളുത്ത ബ്രെഡ്, മൈദ കൊണ്ടുള്ള പലഹാരങ്ങൾ, ശുദ്ധീകരിച്ച പഞ്ചസാര, മധുരമുള്ള പാനീയങ്ങൾ, സ്വീറ്റ് കേക്കുകളും പേസ്ട്രികളും, ബിസ്ക്കറ്റുകളും പാക്കറ്റിലുള്ള ലഘുഭക്ഷണങ്ങളും എന്നിവയൊക്കെ കഴിക്കുന്നത് കുറയ്ക്കണം. പലരും വരുത്തുന്ന ഒരു പ്രധാന തെറ്റ് പ്രഭാത ഭക്ഷണം ഒഴിവാക്കുകയോ അല്ലെങ്കിൽ വളരെ വൈകി കഴിക്കുന്നതോ ആണ്. ഉറക്കമുണർന്ന് 1 മണിക്കൂറിനുള്ളിലെങ്കിലും എന്തെങ്കിലും കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. കൃത്യമായ ഇടവേളകളിൽ ഡോക്ടറെ കണ്ട് അനുയോജ്യമായ ഭക്ഷണ രീതി പിന്തുടരേണ്ടത് പ്രമേഹ രോഗ നിയന്ത്രണത്തിൽ നിർബന്ധമാണ്.